ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ കമ്പം തേനി മുന്തിരിത്തോട്ടം കാണാൻ വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ചുറ്റുറ നോക്കിയാൽ തന്നെ കാണാം, ഇവിടെ ഒരു ലോഡ് മുന്തിരികളുണ്ട്. നല്ല രസമുണ്ട് കാണാന്. മാത്രല്ല ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തോട്ടത്തിൽ വന്നത്. ചുറ്റുറ നോക്കുമ്പോൾ നിറയെ മുന്തിരികൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഇന്ന് ഞങ്ങളെ ട്രിപ്പിന്റെ സെക്കൻഡ് ഡേ ആണ്. ഇപ്പം ഞങ്ങൾ മുന്തിരിത്തോട്ടത്തിലുള്ളത്. കുഴപ്പമില്ല, നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ. പിന്നെ ഇനി ഞങ്ങൾ പോണത് കൊടൈക്കനാലാണ്. അപ്പോൾ അവിടെ 2-3 സ്ഥലം കാണാണ്ട്. അപ്പോൾ പിന്നെ അടിപൊളിയാണ്. അപ്പോൾ ഗൈസ്, നമ്മളെ ട്രിപ്പിന്റെ 2ാമത്തെ ദിവസമാണെന്ന്. അപ്പോൾ ഇന്ന് ഞങ്ങളുള്ളത് കമ്പം തേനിയിലാണ്. ഇവിടെ പിന്നെ മുന്തിരിത്തോട്ടത്തിലാണ്. നമ്മൾ സാധാരണ കുറേ വീഡിയോസിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ മുന്തിരിത്തോട്ടം. ഇപ്പോൾ മുന്തിരിയൊക്കെ കാഴ്ച നിൽക്കുന്നുണ്ട്. നമുക്ക് ഇതിനെ തൊടാനോ അതേപോലെ തന്നെ അത് പറിക്കാനൊന്നും സാധിക്കില്ല, പെർമിഷൻ ഈ കമ്പം തേനി എന്ന് പറഞ്ഞാൽ ഇപ്പോ ഫസ്റ്റ് ഫേമസ് ആയത് ഷൈലോക്ക് പറഞ്ഞ മൂവിയിലെ മമ്മൂട്ടിന്റെ ആ ഒരു ഡയലോഗിലായിരുന്നില്ലേ കമ്പം തേനി അറിയപ്പെടുന്നത്. വെൽക്കം ടു കമ്പം തേനി എന്ന് പറഞ്ഞ ഒരു ഡയലോഗ്. അങ്ങനെയാണ് കമ്പം തേനി ഫേമസ് ആവുന്നത്. പിന്നെ കുറെ അബ്സല്യൂട്ട്ലി കേരളാസ് മലയാളീസ് ആണ് അധികം ഇവിടെ വരാറ്. പിന്നെ നമ്മളെ തമിഴ്നാട് ആൾക്കാര്. അപ്പോൾ ഈ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കാം ആൻഡ് ക്വൈറ്റ് ആണ് ഒരു ഡെസ്റ്റിനേഷൻ ആണ് അല്ലേ. അധികം സിറ്റിയിൽ നിന്നുള്ള ഒരു ലൗഡ്നെസ്സോ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് പ്ലേസ് ആണ്. അപ്പൊ ഈ ഒരു നമ്മൾ കമ്പംതേനി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഗ്രേപ്സ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് ആണ്. ഈ കമ്പംതേനി എന്നുള്ള സിറ്റി തന്നെ അറിയപ്പെടുന്ന ഈ ഒരു ഗ്രേപ്സ് ഫാമിന്റെ ഒരു ബേസിലാണ്. അപ്പൊ ഇവിടെ പറയപ്പെടുന്നത് ഈ ഒരു ഗ്രേപ്പിന്റെ പല വെറൈറ്റീസ്, ഇതിന്റെ വൈൻസ്, ജ്യൂസ്, അങ്ങനത്തെ പല കാര്യങ്ങളും അവൈലബിലിറ്റി ആണ് ഒക്കെ. അപ്പൊ നമുക്ക് അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. അപ്പൊ ഇത്രയൊക്കെ നമ്മൾ കമ്പംതേനി കഴിഞ്ഞപ്പോ ഇതിന്റെ അധികം വിഷ്വൽസ് നമ്മളെ സാറ് നമ്മളെ ഇതിലൂടെ ഒക്കെ കാണിച്ചു തരും. ഓക്കെ, താങ്ക് യു. ചില സ്ഥലത്ത് പച്ചയുണ്ട്, അതുപോലെ തന്നെ ആ ഭാഗത്തൊക്കെ പച്ച മുന്തിരി കാണാം. എന്തായാലും 2 സൈഡില് 2 തരത്തിലുള്ള മുന്തിരി ഒക്കെ ഇട്ട് നല്ല രസമുണ്ട് കാണാൻ. grapes kilo 70, wine 380, 400, 550, 600, 650. ഇവിടെ ഉണ്ടാക്കിയ വൈൻ 550. നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇവിടെ പിന്നെ പറക്കാൻ തോന്നുന്നില്ല, കണ്ടിട്ട് പോവാനേ തോന്നുന്നില്ല. വെറുതെ തിന്നാനും ജ്യൂസ് അടിച്ച് കഴിക്കാൻ ഇവിടെ വൈനൊക്കെ അല്ല, നമുക്ക് പോകുമ്പോ മേടിക്കാം. മുന്തിരിയ വൈൻ കിട്ടും. നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കണല്ലോ ഇവിടുത്തെ. ഇവിടെ നല്ല അടിപൊളിയായിട്ടാണ് മുന്തിരി ഒക്കെ കാണാനുള്ളത്. ഇത് കണ്ടാൽ നമുക്ക് ഇങ്ങനെ പറിക്കാൻ വേണ്ടി തോന്നും, പക്ഷെ പറിക്കാനുള്ള പെർമിഷൻ ഞങ്ങൾക്കില്ല. നല്ല മുന്തിരിയാണ്. പിന്നെ ഇവിടെ കാണാനും വളരെ ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ലൊക്കേഷനിൽ കൊടൈക്കനാൽ വെച്ചിട്ട് വീണ്ടും കാണാം.